അപ്പൊ അന്നത്തെ ആ ഒരു ദിവസം ആ ബൊലേറോ ആ ഒരു നൈറ്റ് നമ്മൾ ആ കസിൻസിന്റെ ഗെറ്റ് ടുഗദർ ശരിക്കും അന്നത്തെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്ക് കാണൂലല്ലേ. ഈ ഗ്യാങ്ങില് ഒട്ടും പരിചയപ്പെടാത്ത ആൾക്കാരായിരുന്നു നമ്മൾ. ഞാൻ ഫ്രണ്ട് സീറ്റിലും അവൾ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മുഖം ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായില്ല. ആ ടൈമായിരുന്നു എല്ലാവരും കൂടി അവളുടെ അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞത്. ശരിക്കും അവളുടെ മുഖം കാണുന്നതിന് മുന്നേ ഞാൻ അവളുടെ പാട്ടായിരുന്നു കേട്ടത്. ഏതേത് പാട്ടും നമ്മളെ അറിയാതെ അല്ലേ. ബൊലേറോ കണ്ട് അതിനുശേഷം 2 കസിൻസിന്റെ കല്യാണം കഴിഞ്ഞ് അപ്പൊ അതിനുശേഷം തന്നെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ശരിക്ക് ബിൽഡായി, ഫ്രണ്ട്സായി. പിന്നെ നമ്മൾ ആ കൊറേ കാലം കണ്ടിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ദിവസം മീറ്റ് ചെയ്താലോ എന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞേ. മീറ്റ് ചെയ്യാന്ന് വെച്ചാ ആ സമയം പോയി പെട്ടത് നമ്മളെ കസിന്റെ മുന്നില്. പിന്നെ അവൻ നമ്മുടെ കസിന്റെ ഗാങ്ങിലും എല്ലാം പറഞ്ഞു വരത്തി നമ്മൾ തമ്മിലെന്തോ റിലേഷനാണ്. പക്ഷെ ശരിക്കും നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മള് ശരിക്കും ഫ്രണ്ട്സ് ആയിരുന്നു. ഇവര് പറഞ്ഞുതരാന്ന് എന്റെ മനസ്സിലൊരു തോട്ട് വന്ന ശരിക്കും. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുറച്ചു കാലം കഴിഞ്ഞ ഒരു ദിവസം എന്നെ വിളിച്ചു. അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഫ്രണ്ട്സ് ആയിട്ട് തുടരാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ഇഷ്ടാന്നെങ്കിൽ മാത്രം വിളിച്ചാൽ മതി, അങ്ങനെയാ നീ പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് ചിന്തിച്ച്, പിന്നെ നീ വിളിക്കണ്ടെന്നും കൂടി പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു റിലേഷൻ ആണെങ്കിൽ മാത്രം നീ ഇനി എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞേരം പിന്നെ എനിക്ക് പിടിച്ചിക്കാൻ പറ്റിയില്ല. എടാ എനിക്ക് പറ്റുന്നില്ലടാ വിളിക്കാണ്ടിരിക്കാൻ. എനിക്കിഷ്ടാണ്.